നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുമ്പ് ഫ്രാൻസിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. ഐവറി കോസ്റ്റ് അവരെ സന്നാഹ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ വലിയ ഫേവറിറ്റുകളായിട്ട് പറയുന്ന സ്പെയിനിനെ ഇറാഖ് പൂട്ടിയിരിക്കുന്നു. 1-1 സമനിലയിൽ തളച്ചിരിക്കുന്നു. സന്നാഹ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഫ്രാൻസ് 2-1 സ്വന്തം നാട്ടിൽ ഐവറി കോസ്റ്റിനോട് പരാജയപ്പെടുകയായിരുന്നു. കളിയിൽ ചെറുക്കിയിലൂടെ ഫ്രാൻസ് ലീഡെടുത്താണ്. എന്നാൽ പിന്നീട് രണ്ടാം പകുതിയിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ഐവറി കോസ്റ്റ് വിജയം പിടിക്കുകയായിരുന്നു. ഡൂവും ഡിയാലോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഫ്രാൻസിൻ്റെ ആദ്യ 11 മികച്ച താരങ്ങളുണ്ടായിരുന്നു. കിലിയൻ എംബാപ്പെ, അതുപോലെ തുഴാമ്, ഒലീസെ, ഷൂബനി, റാബിയോട്ട്, ചെർക്കി, കൂണ്ടെ, കൊനാറ്റെ, ഹെർണാണ്ടസ്, ഉപമക്കാനോ, മൈഗ്നൻ. സൂപ്പർ 11 തന്നെ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നു. മറുഭാഗത്തും മികച്ച താരങ്ങളുണ്ടായിരുന്നു. ഡയമൻഡോയും അതുപോലെ ഡിയാക്കിറ്റയും കെസ്സിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മറുഭാഗത്തുള്ള മുന്നേറ്റങ്ങൾ നയിച്ചത്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെർക്കിയിലൂടെ ലീഡെടുത്തു. മികച്ചൊരു ഗോളായിരുന്നു അത്. അങ്ങനെ ഫ്രാൻസ് ലീഡെടുത്താണ്. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറുന്ന അവസ്ഥ. രണ്ടാം പകുതിയിൽ ഗലോഡൂവിലൂടെ 53-ാമത്തെ മിനിറ്റിൽ ഐവറി കോസ്റ്റ് ഒപ്പം പിടിച്ചു. പിന്നെ അമാദ് ഡിയാലോയിലൂടെ 84-ാമത്തെ മിനിറ്റിൽ അവർ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് മുമ്പ് ഇനി ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി അവർക്ക് കളിക്കാനുണ്ട്. അത് നോർത്തേൺ അയർലൻഡുമായിട്ടാണ്. ജൂൺ 9 പുലർച്ചെ ഇന്ത്യൻ സമയം 12:40 ആ കളി നടക്കുക. അതേസമയം സ്പെയിന് മറ്റൊരു വലിയ ഫേവററ്റുകളായിട്ട് കണക്കാക്കുന്ന ടീമാണല്ലോ സ്പെയിൻ ഇറാഖിനോട് 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. കളിയുടെ 16-ാമത്തെ മിനിറ്റിൽ തന്നെ ടോഡസിലൂടെ സ്പെയിന് ഗോളടിച്ചെങ്കിലും ഡോസ്കിയിലൂടെ 27-ാമത്തെ മിനിറ്റിൽ ഇറാഖ് തിരിച്ചടിക്കുകയായിരുന്നു. അങ്ങനെ 1-1 ആ ഫ്രണ്ട്ലി മത്സരം അവസാനിച്ചത്. അതേസമയം സ്വീഡനും ഗ്രീസും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരം 2-2 സമനില. സ്വീഡനായിട്ട് ഗ്യോക്കഡസും നിൽസനുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.